അമ്മേ, നമ്മുടെ പ്രാരാബ്ദത്തെ പറ്റി അമ്മയ്ക്ക് അറിയാലോ. ഇതൊരു ചെറിയ വീടാണെങ്കിലും ഇതുപോലും ലോണിലാ. പിന്നെ അമ്മയുടെ മോനാണെങ്കിൽ ഒരുപാട് പലിശക്കാരെന്ന് പണവും വാങ്ങിയിട്ടുണ്ട്. ബാങ്കുകാരും പലിശക്കാരും കൂടി ഈ വീട്ടിലേക്ക് കയറി വന്നാ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി പോയേണ്ടി വരും. നീ ഇവനും കൂടെ ദൂർത്തടിച്ചല്ലേ പൈസ എല്ലാം കളഞ്ഞത്. അമ്മേ, നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ഒരാള് കുറച്ച് ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കണം. എന്താടാ? ഞാൻ ഈ പറയുന്നത് അമ്മയെ കൊണ്ടേ ചെയ്യാൻ പറ്റും. ഇരു ചെവി അറിയാതെ അമ്മയ്ക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നീ എന്താന്ന് വെച്ചാ പറ. അമ്മ ഇപ്പൊ ഒരു കൊച്ചിനെ നോക്കാൻ പോകുന്നുണ്ടല്ലോ. ആ കൊച്ചിനെ നോക്കുന്നതിന്റെ കൂട്ടത്തില് അമ്മയുടെ മോൻ പറയുന്നതൊന്ന് ചെയ്താ മതി. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? അമ്മേ, സാധനം എന്റെ കയ്യിലുണ്ട്. എന്ത് സാധനം? എന്താടാ? അത് പിന്നെ അമ്മ ആ കൊച്ചിന് പാല് കലക്കി കൊടുക്കുമ്പോ അതിന്റെ കൂടെ ചെറിയൊരു പൊടി കൂടെ ചേർക്കണം. എന്തിന്? അമ്മേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ വരും. അമ്മ ഈ പൊടി കലർത്തിയിട്ട് ആ പാല് കുഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും അപകടം സംഭവിക്കില്ല. അമ്മ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് രാത്രിയിലെ എന്തെങ്കിലും സംഭവിക്കും. ആരും അമ്മയെ സംശയിക്കത്തില്ല. കുഞ്ഞിനെ കൊല്ലാനാണോ നിങ്ങൾ രണ്ടും പറയുന്നേ? അമ്മ, രക്ഷപ്പെടാനായിട്ട് ദൈവമായിട്ടൊരു മാർഗം ഒരുക്കി തരുമ്പോ അമ്മ വേണ്ടാന്ന് പറയരുത്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യോ, എന്നാ പിന്നെ കടക്കാരെല്ലാം കൂടെ വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ കെട്ടി തൂങ്ങി അങ്ങ് ചാവാം. കുഞ്ഞിന് വിഷമൊന്നും കൊടുക്കണ്ട. ആ വിഷം നമുക്ക് എല്ലാവർക്കും കൂടെ കുടിച്ചങ്ങ് ചാവാം. എന്താ പോരെ? ദൈവം ഓരോരോ വഴി കാണിച്ചു തരുമ്പോ അതിന് നേരെ മുഖം തിരിക്കാണ് കിളവി. ഇനിയിപ്പൊ അധിക കാലമൊന്നും ഭൂമി കാണില്ലല്ലോ. അതിനു മുമ്പെങ്കിലും മകനും മരുമോക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്. അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കടബാധ്യത ഒന്ന് തീർത്തു തന്നാ മതി. എടാ മാർക്കോ, ശിവശക്തിമാരാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ളത് എന്ന് കരുതി കുഞ്ഞ് ദൈവമൊന്നുമല്ല. പക്ഷേ അതിനെന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ ക്ഷണനേരം കൊണ്ട് രക്ഷിക്കാനായിട്ട് ആളെത്തും. അത് ചിലപ്പോ നീയാകാം, അല്ലെങ്കിൽ ഞാനാകാം. ഇനിയും ഒരുപാട് ആപത്തുകൾ അതിനെ തേടി വരും. ദുർമന്ത്രവാദികൾ വരാതിരുന്നാ മതി. അങ്ങനെ വന്ന പ്രശ്നമാണോ അമ്മേ? എന്ന് ചോദിച്ചാൽ, ചക്രവ്യൂഹത്തിനകത്ത് സ്വന്തം മകൻ അകപ്പെട്ടപ്പോൾ അർജുനന് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഭഗവാൻ കൈവിട്ടതുകൊണ്ടല്ലേ? കൺകെട്ടും മറ്റും നടത്തുന്ന ചില അസുരന്മാരുണ്ട്. അവര് ചില സമയത്ത് എന്നെപ്പോലുള്ളവരുടെ ദൃഷ്ടി മറിച്ചു കളയും. അങ്ങനെ വരുമ്പോഴാ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ആപത്ത് ആ കുഞ്ഞിനെ തേടിയെത്തുമേ? എടാ മോനെ, ഭഗവാൻ ജീവിച്ചതുപോലൊരു വൃന്ദാവനത്തിലാ ആ കുട്ടി ഇപ്പൊ ജീവിക്കുന്നത്. അതിന്റെ വളർച്ചയുടെ ഒരു ഘട്ടം വരെ ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് പാഞ്ഞെത്തും. അതിന്നൊക്കെ കഴുത്തിൽ മറുകുള്ള ആ കുഞ്ഞിനെ ഭഗവാൻ തന്നെ രക്ഷിച്ചോളൂ. പിന്നെ ഇപ്പോ വ്യാഴം അധികാരിയാ. ഇതിനു മുമ്പും അമ്മ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറയാൻ കാര്യമുണ്ട് മാർക്കോ. എന്നെങ്കിലും ഒരു ദിവസം പ്രകൃതിയും തീരണ്ടേ? അതുകൊണ്ട് കൺകെട്ട് നടത്താൻ ഭഗവാനും മടിക്കില്ല. അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
പക്ഷേ മനസ്സിലാകേണ്ടവർക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ അടുത്തെങ്ങാനും കുഞ്ഞിനെ തേടി എന്തെങ്കിലും അപകടം ഉണ്ടാവുമേ? ഒന്നല്ല, ഒരുപാട് ആപത്തുകൾ ആ കുഞ്ഞിനെ തേടി വരും. അപ്പൊ അമ്മ മോളെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടെന്ന് പറഞ്ഞല്ലോ, എന്റെ മനക്കണ്ണുകൊണ്ട്. ആ കുഞ്ഞിന് നീലാംബരി എന്ന് പേരിട്ടത് പോലും ഞാനല്ലേ. പിന്നെ ഇനി എനിക്ക് നേരിട്ട് കാണണമെന്ന് തോന്നുമ്പോ ആ മോള് എന്റെ മുമ്പിൽ എത്തും, നീലാംബരി മോള്. ഞാനും അവളെ നേരിട്ട് കാണാൻ കാത്തിരിക്കുക. ഇന്ന് മോളുടെ അച്ഛന്റെ വിളിയൊന്നും കണ്ടില്ലല്ലോ. ദേ, രണ്ടുപേരുടെ മനസ്സൊന്നാ. വിളിക്കുന്നു, എടുക്ക്. മോളു. ആ കണ്ണേട്ടാ, കണ്ണേട്ടന്റെ വിളി വന്നില്ലല്ലോ എന്ന് ഞാനിപ്പോ ലേഖയോട് പറഞ്ഞതേ ഉള്ളൂ. കിടന്നു രണ്ടാളും? ആ കിടന്നു. കണ്ണേട്ടന്റെ നീലമോള് ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. ഞാൻ എന്താ വീഡിയോ കോളിലേക്ക് വരാം. ദേ നോക്ക്, അച്ഛന്റെ സുന്ദരി മോള് സുഖായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ? ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ടായാലും മോളെ നോക്കാൻ ഇവിടെ ഒരമ്മയല്ല, രണ്ടമ്മമാരുണ്ട്. അതെ, നൂലുകെട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇനിയിപ്പോ ചോറൂണ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാ മതി കണ്ണേട്ടാ. കുഞ്ഞിനെ എപ്പോഴാ കൊണ്ടുവരുന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ. ഓണം വരെ അവിടെ, അത് കഴിഞ്ഞാലേ മോളെ എന്റെ ഭാര്യയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് പോരും. ആ പുലിക്കൂട്ടിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ട് എന്തിനാ കണ്ണേട്ടാ വെറുതെ ടെൻഷൻ അടിക്കുന്ന? ഇവിടെ ഒരാൾ മോളെ കാണണമെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞോണ്ടിരിക്കുക, മോളുടെ മുത്തശ്ശി. എന്തായാലും ഇടയ്ക്ക് മോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം. ആ, അതുപോലെ തന്നെ മഹിക്കിനി ഫൈനാൻസിയേഴ്സിലേക്ക് വരാം. ആ സമയത്ത് നിനക്ക് തന്നെ കുഞ്ഞിനെ നോക്കാമല്ലോ. മോളടുത്തില്ലെങ്കിൽ എങ്ങനെ സമയം തള്ളി നിൽക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇതിനുമുമ്പ് നിന്നോട് മോളുണ്ടായിരുന്നോ? എന്നാലും ഒരു കുഞ്ഞടുത്തുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയാൻ വലിയ പ്രയാസ കണ്ണേട്ടാ. ആ, കുഞ്ഞിനെ അമ്മയെ കാണാതെ ഞാനോട് നിൽക്കുന്നില്ലേ? മഹിയെ കല്യാണം കഴിച്ച ശേഷം ഒരു ദിവസം പോലും അയാളെ പിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. എന്നിട്ട് ഞാൻ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടില്ലേ? കണ്ണേട്ടനോട് ഇവിടെ വന്ന് താമസിക്കാൻ ഞാനും അനന്തോട്ടനും പറഞ്ഞതല്ലേ? കണ്ണേട്ടനല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞത്? എടി ലേഖേ, ഞങ്ങൾ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലും ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്താം. പിന്നെ നീയും അനന്തവും മാസത്തിൽ കുറച്ചു ദിവസം ഇവിടെ ഒന്ന് താമസിക്കേ. രണ്ടുപേർക്കും ജോലിക്കൊന്നും പോകണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ അങ്ങ് പോകാന്നേ. ആ എന്നാ ശരി കണ്ണേട്ടാ, നാളെ രാവിലെ വിളിക്കാം. ദേ അതിനു മുമ്പ് മോളെ ഒന്നുകൂടെ കണ്ടോ. കണ്ണേട്ടാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കണ്ണേട്ടാ. ആ, ഗുഡ് നൈറ്റ്. കണ്ണേട്ടൻ പറഞ്ഞൊക്കെ ലേഖ കേട്ടില്ലേ? പിന്നെ എന്തിനാ ലേഖ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ലേഖയുടെ മനസ്സറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. പോരാത്തതിന് ഇനിയിപ്പോ ഞാൻ കൂടെ കണ്ണേട്ടനൊപ്പം ഫിനാൻസിയേഴ്സിലേക്ക് പോവും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ അടുത്ത് ആരുമില്ലല്ലോ. ആ നേരത്തെ ലേഖ അനന്തേട്ടനും തന്നെ കുഞ്ഞിനെ നോക്കണം. പിന്നെ എന്തിനാണ് ഇങ്ങനെ പരാതി പറയുന്നേ? പരാതിയല്ല മഹി, ഇടയ്ക്കിടയ്ക്ക് നേരിയ ഭയം ഉണ്ടാവുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാലേ അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരിക്കലും ഞങ്ങൾ സ്വാർത്ഥത കാണിക്കില്ല. കുഞ്ഞിനെ പോലെ തന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാ ലേഖ അനന്തേട്ടനും.
താനെന്റെ മുളങ്ങിതാ. സൂക്ഷിച്ച്. മോൻസേ, കണ്ണേട്ട സൂക്ഷിച്ച്. എന്റെ മോളല്ലേ, ഞാൻ താഴെ ഇടില്ലടോ. വാ. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കിടക്കുന്നില്ലേ? കണ്ണൻ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് നടന്നു വരുന്നത് ഞാൻ മനസ്സിൽ സങ്കല്പിക്കുകയായിരുന്നു. എന്തിനാ മനസ്സിൽ സങ്കല്പിക്കുന്നത്? നാളെ അങ്ങനെ ഒരു കാഴ്ച നിനക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ അയാള് നടക്കാത്ത കണ്ണനല്ല, നടക്കുന്ന കണ്ണനാ. അങ്ങനെ ഒരു കണ്ണനോടൊപ്പം മഹാലക്ഷ്മിക്ക് ജീവിക്കാമെങ്കിൽ അത് മരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. ഉണ്ണിയേട്ടൻ നോക്കിക്കോ, നാളെ ആ അനന്തുവിന്റെ വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിലുണ്ടാവും. അത് നേരിട്ട് കാണാൻ ഞാനും അവിടെ എത്തും. നിന്റെ അച്ഛന്റെ തലയിൽ ഉദിച്ച ഓരോ ബുദ്ധിയല്ലേ. അതുകൊണ്ട് സ്വപ്നം കാണാനൊക്കെ അവസാനിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നതാ നല്ലത്. ഉണ്ണിയേട്ടനെ കൊണ്ടൊന്നിനും പറ്റില്ലല്ലോ. എന്റെ അച്ഛൻ ഇനി ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ മാർഗവും നോക്കുക, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാള് സന്തോഷിപ്പിക്കാൻ നോക്കും, എന്നിട്ട് അവസാനം നീ കരയുന്നത് ഞാൻ കാണേണ്ടി വരും. എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? ലക്ഷ്മിയുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഉണ്ണിയേട്ടാ? നഷ്ടം ഉണ്ടോന്ന് ചോദിച്ചാ ഇപ്പൊ അതല്ലേ ഉള്ളൂ. അമ്മാവനും മേക്കേണ്ണും കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലച്ച പോലെ എനിക്ക് നിലച്ചു കഴിഞ്ഞാലേ അവിടെ തീരും നമ്മുടെ ജീവിതം. അതെന്താ ഉണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞ? ഉണ്ണിയേട്ടന് നല്ല ബാങ്ക് ബാലൻസ് അല്ലേ? എന്തോന്ന് ബാങ്ക് ബാലൻസ്? അതില് കൈവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരില്ലേ? ഇപ്പൊ ബാങ്കിൽ കിടക്കുന്ന ഫിക്സഡിന്റെ പലിശ എടുത്താലും നമുക്ക് ജീവിക്കാമല്ലോ. നിനക്കോ? നീ അങ്ങനെ പലിശ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണാണോ? അങ്ങനെയാണോ നിന്റെ അച്ഛൻ നിന്നെ വളർത്തിയത്? നീ മൊബൈൽ എടുത്ത് ഞെക്കുമ്പോ നിനക്ക് വേണ്ടതൊക്കെ മുന്നിലെത്തണം. പക്ഷേ അതിനൊക്കെ പൈസ കൊടുക്കണമെന്ന് മാത്രം. ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് കണ്ണേട്ടൻ എന്തുമാത്രം പൈസയാ ചെലവാക്കുന്നത്? നിന്റെ ചേച്ചി ഒരു മുതലാളിയുടെ ഭാര്യ, വലിയ ബിസിനസ്സുകാരന്റെ ഭാര്യ. എന്നാ ഞാനോ അയാളുടെ കൃപയിൽ കഴിയുന്ന ഒരുത്തനാ. അതുകൊണ്ട് പണക്കാരനായ അയാളെ പാപ്പരായ എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. എന്തിനാ ഇങ്ങനെ ഒരു ജീവിതമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ ഒരു കുഞ്ഞും കൂടി ജനിക്കും, അത് കഴിഞ്ഞ ചെലവ് കൂടും. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛന് കുറെ ലോറികളുണ്ടല്ലോ, അതെല്ലാം കൂടെ വിറ്റിട്ട് എന്റെ പേരിൽ ഫിക്സഡ് ഇടാൻ പറ. എന്താ? അതിന്റെ പലിശ എടുത്ത് നിന്നെയും കുഞ്ഞിനെയും ഞാൻ നോക്കിക്കോളാം. അതിന്റെ പലിശ ഉണ്ടെങ്കിലേ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അറിയാം. എന്നാ ആയിക്കോ. എന്റെ കൂടെ ജീവിക്കാനാണെങ്കിൽ ചില പരിമിതികളൊക്കെ ഉണ്ടാവും. ആ നേരത്ത് ഏട്ടനെയും ഏട്ടന്റെ ഭാര്യയും അവരുടെ കുഞ്ഞിനെയും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ലെന്നാ ഞാൻ പറഞ്ഞു. അത് എനിക്കിഷ്ടമല്ല. ഇവന്റെ അടുത്ത കാലം ഒടിയേണ്ടതായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരുത്തനെ ഭർത്താവായി കിട്ടിയത്? അമ്മേ, ദേ പാല് കലക്കാനുള്ള സാധനം ഭദ്രമായിട്ട് ഞാൻ അമ്മയുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. രാവിലെ പോകുമ്പോൾ അതും കൂടെ എടുത്തോണ്ട് പോണം. എടാ, കുഞ്ഞുങ്ങളെ ദൈവങ്ങളെ പോലെയാണ് ഞാൻ നോക്കുന്നത്. ഇതുവരെ അതങ്ങൾക്ക് വേണ്ടാത്തതൊന്നും കൊടുത്തിട്ടില്ല. കുഞ്ഞുങ്ങളെ കരയിപ്പിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല.
അങ്ങനെ കരയിപ്പിക്കാതിരുന്നിട്ട് എന്താ പ്രയോജനം? മറ്റുള്ള കുഞ്ഞുങ്ങളെ കരയിപ്പിക്കാതിരിക്കാൻ അമ്മയ്ക്ക് വലിയ മിടുക്കാം. സ്വന്തം മക്കള് കരഞ്ഞാലോ ഒരു കുഴപ്പമില്ല. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഈ പാല് കൊടുത്തിട്ട് തിരികെ വീട്ടിലെത്തി കഴിഞ്ഞാലേ ആ കൊച്ചിന് എന്തെങ്കിലും പറ്റൂ. ചിലപ്പോ അന്നത്തെ ദിവസം ഒന്നും പറ്റിയില്ലെന്നും ഇരിക്കും. അപ്പൊ പിന്നെ ആരും അമ്മയെ സംശയിക്കത്തില്ല. ആരും സംശയിക്കത്തില്ല. പക്ഷെ മുകളിലൊരാൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. എത്ര നാളായി മുകളിലിരിക്കുന്ന ആള് നമ്മുടെ കഷ്ടപ്പാടൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ മുകളിലിരിക്കുന്ന ആളിന് കഴിഞ്ഞോ? നീ ദൈവദോഷം പറയരുത് ദേവരാജ. അമ്മ ചെയ്യുന്നെങ്കിൽ ചെയ്. അല്ലെങ്കിൽ പിന്നെ ദേവരാജേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്തെങ്കിലും കഴിച്ചെങ്കിൽ മരിക്കാം. ഈ വയസ്സാക്കാലത്ത് ഈ ചതി എന്നെ കൊണ്ട് ചെയ്യിക്കണോ നിങ്ങളെ? അമ്മേ, ഞാൻ വേറൊരു കാര്യം അമ്മയോട് പറഞ്ഞില്ല. ഈ ജോലി എന്നെ ഏൽപ്പിച്ച ആളിന്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോ 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പങ്ക് എന്നെ കടിച്ചു കീറാൻ വരുന്ന പലിശക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മ ഈ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ എന്നെ ഈ ജോലി ഏൽപ്പിച്ച ആളിന് ഞാനിനി കടക്കാരനാണ്. പാവപ്പെട്ട ഒരു കുഞ്ഞിനെ കൊല്ലുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ നെഞ്ചു പൊട്ടുവാടാ. ആ കുഞ്ഞെന്ന് വെച്ചാൽ അതിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ വീട്ടിലെ കൊച്ചിനും അതിന്റെ ഭർത്താവിനും ഒക്കെ ജീവന്റെ ജീവനാ. ശരിക്കും പറഞ്ഞ ആ കുഞ്ഞിന് 2 അച്ഛന്മാരും 2 അമ്മമാരുമാ. ഓ, പോയിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ. അതിനു മുൻപ് നമ്മളോടൊക്കെ ഇല്ലാത്ത സ്നേഹമാ അവരോടൊക്കെ. അമ്മേ, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, ആ കുഞ്ഞിന് ഞാൻ തരുന്ന പൊടി അമ്മയ്ക്ക് പാല് കലക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ നാളെ തിരികെ വരുമ്പോ കയ്യിൽ കുറച്ച് വിഷം കൂടെ കരുതിക്കോണം. അമ്മയുടെ മോനും മരുമോക്കും കലക്കി തരാൻ വേണ്ടി. ഓ, രാവിലെ തന്നെ എത്തിയോ? രാവിലെ ലക്ഷ്മി മോൾ വിളിച്ചപ്പോ കുഞ്ഞിന്നല്ലേ ഒരേ കരച്ചിലാണെന്ന് പറഞ്ഞല്ലോ. ഓ, അങ്ങനെ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുഞ്ഞിന്റെ അമ്മ കള്ളം പറയുമോ? പതിവിലും കൂടുതൽ കരഞ്ഞു, അത്രേ ഉള്ളൂ. കുഞ്ഞുങ്ങളാവുമ്പോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. കുഞ്ഞുങ്ങൾക്ക് അതിനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ വയറുവേദനയാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ വയറുവേദനയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ കരച്ചിലൂടെയാണ് അതുങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെ വയറുവേദന വരാൻ പ്രത്യേകിച്ചൊന്നും മോൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. എന്തായാലും എന്റെ പൊന്നുമോളെ ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞുങ്ങളെ എടുക്കുന്ന ചില രീതികളുണ്ട്, അതനുസരിച്ചിട്ട് എടുത്താലേ കുഞ്ഞുങ്ങൾ താനേ കരച്ചിൽ നിർത്തിക്കോളും. കരയില്ലേ മോളെ, കരയില്ലേ, കരയില്ലേടാ മോളെ, നീലമോളെ. അയ്യോ, എന്റെ മക്കള് ഭയങ്കര കരച്ചിലായിരുന്നോടാ. ഓ, അമ്മയെ വിഷമിപ്പിച്ചായിരുന്നോ? ഓ ഓ ഓ, പോട്ടെ 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 പോട്ടെ. ഓ ഓ ഓ എന്റെ മോക്ക് 2 അമ്മമാരും പാലൊന്നും തന്നില്ലേടാ. അതുകൊണ്ടാണോ മോള് കരഞ്ഞോണ്ട് പരാതി പറയുന്നേ?
നമുക്ക് തോട്ടിൽ കിടക്കാം. ആ വാടാ വാടാ വാടാ. ആ, ഓ, 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 ഓ. ആ. വാവോ 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 ഉണ്ണിയാരായോ തങ്കമാരായോ ഉണ്ണിയാരായോ എന്റെ പൊന്നോ മനക്കുരുന്നാരായോ. നോക്കിലേക്കേ, നേരത്തെ നമ്മൾ ആരെങ്കിലും ബെഡിൽ നിന്ന് എടുത്താ മോൾ എന്തൊരു കരച്ചിലായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, കുഞ്ഞിനെ എടുക്കുന്നതിനൊക്കെ ഒരു വശമുണ്ട്. ഞാൻ എത്ര വർഷമായിട്ട് ഈ പണി തുടങ്ങിയതാ. കുഞ്ഞുങ്ങളുടെ സംസാരമാ അവരുടെ കരച്ചില്. അതെന്തിനു വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്നേ ഞങ്ങളെ പോലുള്ള അമ്മൂമ്മമാർക്ക് കൃത്യമായിട്ട് അറിയാം.